ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനങ്ങളുടെ മുഴുവൻ പങ്കാളിത്തത്തോടുകൂടി നമ്മുടെ നാട്ടിൽ നടന്നു വരികയാണ്. ജന്മാഷ്ടമിയും ശ്രീകൃഷ്ണ ജയന്തിയും ഒരു കാലത്ത് ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു ആഘോഷമായിരുന്നെങ്കിൽ അതിനെ ഒരു സമാജോത്സവമായിട്ട് മാറ്റിയത് ബാലഗോകുലം നടത്തിയിട്ടുള്ള ബാലഗോകുലത്തിന്റെ മുൻകൈ എടുത്തുകൊണ്ട് ഉള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ്. കാരണം ശ്രീകൃഷ്ണൻ ഒരു ആരാധ്യ പുരുഷൻ എന്നുള്ളതിനപ്പുറത്ത് ശ്രീകൃഷ്ണൻ ഒരു മാതൃകാ പുരുഷൻ എന്നുള്ള നിലയിൽ ശ്രീകൃഷ്ണന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എക്കാലത്തും പ്രസക്തമായിട്ടുള്ള സന്ദേശമാണ് നൽകുന്നത് എന്നുള്ള ആശയം, ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാലഗോകുലം ജന്മാഷ്ടമിയും ശ്രീകൃഷ്ണ ജയന്തിയും ഒക്കെ ആഘോഷിക്കാൻ തുടങ്ങിയത്. പലപ്പോഴും നമ്മുടെ നാട്ടില് നമ്മുടെ ഒരു പ്രത്യേകത, നമ്മള് ഭഗവാനെ ആരാധിക്കും, ഭഗവാനെ പൂജിക്കും, പക്ഷേ അതുപോലെ ആകാൻ നമ്മൾ ഒരിക്കലും പരിശ്രമിക്കാറില്ല. ഒരുപക്ഷെ അതായിരിക്കണം ബാലഗോകുലം സമാജോത്സവമായിട്ട് ശ്രീകൃഷ്ണ ജയന്തി മാറ്റാനുള്ള കാരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരാധ്യ പുരുഷൻ മാത്രമല്ല, അനുകരണീയമായിട്ടുള്ള മാതൃക കൂടിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന്. ഇന്നത്തെ കാലത്തും പ്രസക്തമായിട്ടുള്ള സന്ദേശങ്ങളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നൂറ്റാണ്ടുകൾക്ക് മുൻപേ നൽകിയത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ബാലഗോകുലം ഈ ആഘോഷത്തെ ക്ഷേത്രങ്ങളിൽ നിന്ന് സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കാനുള്ള കാരണം. ഈ ആഘോഷങ്ങളിൽ പങ്കാളിയാകാൻ സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ സന്ദേശം എന്നുള്ള നിലയിൽ ബാലഗോകുലം മുന്നോട്ട് വച്ചിട്ടുള്ള ആശയം പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്നുള്ള ആശയമാണ്. വാസ്തവത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ ഇത്രയും പ്രസക്തമായിട്ടുള്ള മറ്റൊരാശയം ജന്മാഷ്ടമിയുടെ കാലഘട്ടത്തിൽ, ജന്മാഷ്ടമിയുടെ സന്ദർഭത്തിൽ മറ്റൊരാശയം മുന്നോട്ട് വെക്കാനുണ്ടാവില്ല. കാരണം ഒരു വശത്ത് പരിസ്ഥിതിയെയും മറുവശത്ത് നാടിനോടുള്ള കൂറിനെയും ദേശത്തോടുള്ള ഭക്തിയെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു വാക്യമാണത്. വാസ്തവത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതവും ഈ വാക്യത്തിൽ തന്നെ സൂചിതമായിട്ടുള്ളതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാര കഥകൾ, ജീവിത ദർശനങ്ങൾ അത് വിശദമായിട്ടെടുത്ത് അപഗ്രഥിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നടന്നു എന്ന് കരുതപ്പെടുന്ന നിരവധി സംഭവങ്ങൾ ഈ ആശയങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രീകൃഷ്ണ ജയന്തി എന്നുള്ള നിലയിൽ കംസനിഗ്രഹത്തിനായിട്ട് ഭഗവാൻ പിറവിയെടുത്തതിന്റെ ആഘോഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രീകൃഷ്ണ ജയന്തി. ദേശകാലാതീതനായിട്ടുള്ള പരമാത്മാവ് ലോകോദ്ധാരണത്തിനായിട്ട് ഗോകുലത്തിൽ അവതാരം ചെയ്ത പുണ്യദിനം, ആ പുണ്യദിനത്തെയാണ് ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ശ്രീകൃഷ്ണൻ ഭഗവാന്റെ അവതാരമാണ്. പക്ഷേ നമ്മൾ ശ്രീകൃഷ്ണ കഥകളിലൂടെ കടന്നു പോയാൽ പിറന്നു വീണ നിമിഷം മുതൽ വിഘ്നങ്ങളും എതിർപ്പുകളും തടസ്സങ്ങളുമൊക്കെ, അങ്ങനെയുള്ള എല്ലാ തടസ്സങ്ങളും കൊണ്ട് സങ്കീർണമായിട്ടുള്ള ഒരു ജീവിതം, അങ്ങനെ ഒരു ജീവിതമാണ് ശ്രീകൃഷ്ണന്റെ ജീവിതമായിട്ട് നമ്മളെല്ലാവരും നമുക്ക് വായിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനെയെല്ലാം നേരിട്ടുകൊണ്ട്, അതിനെയെല്ലാം മറികടന്നുകൊണ്ട്
അചഞ്ചലനായിട്ട് ഭഗവാൻ ജീവിച്ച് മുന്നോട്ട് പോയതും ആ കഥകളിലൂടെ അവതാര മഹാത്മ്യത്തിലൂടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. രക്ഷിക്കേണ്ടവരെ രക്ഷിച്ചും ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിച്ചും ആശ്വസിപ്പിക്കേണ്ടവരെ ആശ്വസിച്ചും ആത്മവിശ്വാസം പകരേണ്ടവർക്ക് ആത്മവിശ്വാസം പകർന്നുമൊക്കെയാണ് വഴികാട്ടേണ്ടവർക്ക് വഴികാട്ടിക്കൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തുമ്പോ ഞാൻ ഈ പറഞ്ഞ ഓരോന്നിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി സംഭവങ്ങൾ എന്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടോ? ഞാൻ ആ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഇനിയും 1-2 സ്ഥലങ്ങളിൽ പോകാനുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് മുതിരുന്നില്ല. മാത്രമല്ല ശ്രീ സുരേഷ് ഇവിടെ വിശദമായിട്ട് ആ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അഷ്ടമി രോഹിണിയിൽ പലപ്പോഴും നമ്മുടെ സാംസ്കാരിക ശോഭായാത്ര, ആ ശോഭായാത്രയിൽ ശ്രീകൃഷ്ണന്റെ ജന്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷം എന്നുള്ള നിലയിൽ ഭഗവാന്റെ ബാലലീലകൾ, ആ ബാലലീലകൾ നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട്. അതിനുമപ്പുറത്ത് ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രസക്തമാകുന്ന വലിയ സന്ദേശങ്ങൾ, ആ വലിയ സന്ദേശങ്ങൾ കൃഷ്ണാവതാരത്തിലുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പവിത്രമീ പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്നുള്ള ആശയം, നമ്മളൊരു വലിയ പ്രകൃതി ദുരന്തം, അതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടക്കുന്നത്. ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ, 100-ലേറെ ആളുകൾ വയനാട്ടിലെ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന 100-ലേറെ ആളുകളുടെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ, ആ അവശിഷ്ടങ്ങൾ പോലും കിട്ടാത്ത ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. നാട്ടിൽ അതേ സമയത്ത് ഈ നാടിനോടുള്ള കൂറും ഈ നാടിനോടുള്ള പ്രതിബദ്ധതയും അതിന്റെ ആവശ്യകത ഏറ്റവും കൂടുതൽ വിളിച്ചോതപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നാട്ടിനകത്തും പുറത്തുമുള്ള നിരവധി ശക്തികൾ ഈ നാടിനെ ഛിന്നഭിന്നമാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങൾ, ഈ നാട്ടിനെ വിഘടിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, പലതരത്തിലുള്ള ആശയങ്ങൾ ജനങ്ങളിടയിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിന്റെ പേരിൽ ജനങ്ങളെ വിഘടിപ്പിക്കാനും തമ്മിൽ തല്ലിക്കാനും വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങളൊക്കെ ഇന്നും സജീവമായിട്ട് പല സ്ഥലങ്ങളിലും നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പവിത്രമീ മണ്ണ് എന്നുള്ള ആശയം, ആ ആശയം കൂടുതൽ പ്രസക്തമാകുന്നത്. അതോടൊപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തമായിട്ടുള്ള മറ്റു ചില ആശയങ്ങൾ കൂടി ഞാൻ ഈ അവസരത്തിൽ കാലിക പ്രസക്തിയുള്ള ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. സാധാരണ നമ്മള് ഭഗവത്ഗീതയിലെ അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഗീതോപദേശവും അർജുനനുമായിട്ടുള്ള സൗഹൃദവും, ആ സൗഹൃദത്തെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറ്. എങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ കർത്തവ്യനിരതനാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു. ഗീതയുടെ സന്ദേശത്തെക്കുറിച്ച് പറയുന്നത് യുദ്ധായ കൃതനിശ്ചയ എന്നുള്ള ആ ഒരു വാചകമാണ്. നമ്മൾ അധർമ്മത്തിനെതിരായിട്ട് പോരാടാനുള്ള സന്നദ്ധത, ധർമ്മവും അധർമ്മവും തമ്മിൽ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകുന്ന യുദ്ധം, ഏറ്റുമുട്ടൽ, ആ ഏറ്റുമുട്ടലിൽ ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ, ധർമ്മത്തിന് വേണ്ടിയിട്ട് പോരാടാൻ, അതിനു വേണ്ടിയിട്ടുള്ള ആഹ്വാനം, ആ ആഹ്വാനമാണ് ഗീതയുടെ സന്ദേശം എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഞാനിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ അധികമൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഭഗവാന്റെ ജീവിതത്തിലെ ഒരു വശത്തെക്കുറിച്ചാണ്. അത് ദ്രൗപദിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ
ഒരു സഹോദര തുല്യമായിട്ടുള്ള സ്നേഹബന്ധത്തെക്കുറിച്ചാണ്. ദ്രൗപദിയും കൃഷ്ണനും ജന്മനാ സഹോദരങ്ങളല്ല, പക്ഷേ പരസ്പരം സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും അതുല്യവും ശക്തവുമായിട്ടുള്ള ബന്ധം പങ്കിട്ടുകൊണ്ടാണ് കൃഷ്ണന്റെയും ദ്രൗപദിയുടെയും ജീവിതങ്ങൾ. ആ ജീവിതങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കൃഷ്ണാവതാരത്തിലെ കഥ പറയുന്നത് ശിശുപാലനുമായിട്ടുള്ള യുദ്ധത്തിൽ മുറിവേറ്റ ഭഗവാൻ കൃഷ്ണന്റെ കൈ, ആ കൈയിൽ കൈവിരൽ ചോര പൊടിഞ്ഞപ്പോൾ, ആ ചോര രക്തം പൊടിഞ്ഞപ്പോൾ അത് വീഴാതെ സംരക്ഷിച്ച ആളാണ് ദ്രൗപദി എന്നാണ്. അതോടുകൂടിയാണ് ദ്രൗപദി സഹോദരിയായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ കണക്കാക്കുന്നതും. ഇപ്പൊ നമ്മുടെ രക്ഷാബന്ധൻ ഒക്കെ ആയിട്ട് രാഖി ബന്ധിക്കുന്ന ചടങ്ങുകളുടെയൊക്കെ ഐതിഹ്യങ്ങളായിട്ട് നിരവധി കഥകൾ പറഞ്ഞു കേൾക്കുന്നതിൽ ഒരു കഥ, ദ്രൗപദി സ്വന്തം വസ്ത്രം കീറിയെടുത്ത് ഭഗവാൻ കൃഷ്ണന്റെ ചോര പൊടിയുന്ന വിരലുകൾ അല്ലെങ്കിൽ കൈ, ആ കൈയിൽ ചോര പൊടിയുന്നത് തടഞ്ഞു നിർത്തി എന്നുള്ള കഥയാണ്. ആ ദ്രൗപദിയുടെ മാനം കാക്കാൻ രാജസദസ്സിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നടത്തിയ ശ്രമം, ആ ശ്രമം ഒരു സഹോദരിയോട് സഹോദരനുണ്ടാകേണ്ട കരുതൽ, ആ കരുതലിന്റെ പ്രതീകമായിരുന്നു. രാജസദസ്സിൽ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ, വരേണ്യരായിട്ടുള്ള ആളുകൾ, ബഹുമാന്യരായിട്ടുള്ള ആളുകൾ, ഭരണാധികാരികളായിട്ടുള്ള ആളുകൾ, അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ രജസ്വലയായിട്ടുള്ള സ്ത്രീ അപമാനിക്കപ്പെട്ടപ്പോൾ ഭീഷ്മ ദ്രോണാചാര്യന്മാർ പോലും ഒരക്ഷരം മിണ്ടാതെ നോക്കി നിന്നപ്പോൾ 5 ശക്തരായിട്ടുള്ള എല്ലാ കഴിവുകളുമുള്ള, താൻ സ്വന്തം ജീവിതത്തിൽ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് പോലും അവരാരും ദ്രൗപദിയെ രക്ഷിക്കാൻ തയ്യാറല്ല എന്നുള്ള ഒരു സാഹചര്യമുണ്ടായപ്പോൾ പാഞ്ചാലി ഭഗവാൻ കൃഷ്ണനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഭാരതീയ സ്ത്രീത്വത്തിന്റെ മാനം, ആ മാനമാണ് ഭഗവാൻ രക്ഷിച്ചതെന്ന്. ഇന്ന് ഭരണാധികാരികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആ സ്ത്രീത്വത്തിന്റെ മാനം രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം അന്നുണ്ടായിരുന്ന അന്നത്തെ ഭരണാധികാരികൾക്കുണ്ടായിരുന്നത് പോലെ ഇന്നത്തെയും ഭരണാധികാരികൾക്കുണ്ട് എന്നുള്ളതാണ്. ഈ അഷ്ടമിരോഹിണി നാളിൽ നടക്കാൻ പോകുന്ന അഷ്ടമിരോഹിണി നാളിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ സാംസ്കാരിക സമ്മേളനത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം നമ്മുടെ സഹോദരിമാരുടെ മാനം രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളതാണ്. ജനങ്ങൾ ഈ നാട്ടിലെ ഭരണാധികാരികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതാണ് എന്നാണ്. കാരണം കഴിഞ്ഞ 2-3 ദിവസങ്ങളായി, 4-5 ദിവസങ്ങളായി കേരളീയ സമൂഹം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഞാനിത് പറയുന്നത്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്ന നിരവധി കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയൊക്കെ സ്ത്രീത്വം അപമാനിക്കപ്പെടുന്നു, സ്ത്രീത്വം അവഹേളിക്കപ്പെടുന്നു, സ്ത്രീ എങ്ങനെ രണ്ടാംകിട പൗരയായിട്ട് കണക്കാക്കപ്പെടുന്ന സാഹചര്യം ആധുനിക കേരളത്തിൽ, തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന് മുദ്രാവാക്യം മുഴക്കുന്ന ഒരു നാട്ടിൽ, ആ നാട്ടിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന വരുമാനം അതേ ജോലി ചെയ്യുന്ന പുരുഷനുണ്ടാകുന്ന വരുമാനത്തെക്കാൾ എത്രയോ കുറവാണ് എന്ന് ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി, ഒരു റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥ, ചലച്ചിത്ര രംഗത്ത് ദീർഘകാലം പ്രവർത്തിച്ച
അനുഭവ സമ്പന്നയായിട്ടുള്ള ഒരു അഭിനേത്രി, ഇവരെല്ലാവരും ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് എഴുതി കൊടുക്കുമ്പോൾ കേരളം വാസ്തവത്തിൽ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടാകുന്നത്. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം ഒരേ ജോലി ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും ഒരേ തലത്തിലുള്ള വേതനം നൽകണം എന്നുള്ള ആധുനിക കാലഘട്ടത്തിലെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ആശയം, ആ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ആശയം പോലും പല മേഖലകളിലും ഇല്ല എന്നുള്ളത് നമ്മളെ ലജ്ജിപ്പിക്കേണ്ടതാണ്. ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ, അധ്യാപകരും അധ്യാപികമാരുമായിട്ടുള്ള ആളുകൾ, അവർക്കെല്ലാവർക്കും അവരുടെ ലിംഗം ഏതാണ് എന്ന് നോക്കിയിട്ടല്ല അവർക്ക് കിട്ടുന്ന വേതനം, അവർ ചെയ്യുന്ന തൊഴിലിന്റെ അടിസ്ഥാനത്തിലാണ്. സർക്കാർ ജോലിയിൽ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഒരു പദവിയിൽ ഇരിക്കുന്ന ആളുകൾക്കെല്ലാവർക്കും ഒരേ വേതനമാണ്. അധ്യാപകരും അധ്യാപികമാരുമായിട്ടുള്ള ആളുകൾക്ക് അവർക്കെല്ലാവർക്കും ഒരേ വേതനമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇന്നും ചലച്ചിത്ര രംഗത്തുൾപ്പെടെയുള്ള പല മേഖലകളിലും സ്ത്രീക്കും പുരുഷനും കിട്ടുന്ന വേതനത്തിലുള്ള അന്തരം, ആ അന്തരം സ്ത്രീ പുരുഷ തുല്യതയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്താൻ ബോധവാന്മാരായിട്ടുള്ള, അതിനെക്കുറിച്ച് ജാഗരൂകരായിട്ടുള്ള ഒരു സമൂഹമാണ് എന്ന് അഭിമാനിക്കുന്ന ഒരു സമൂഹത്തിൽ പോലും നടപ്പിലായില്ല എന്ന് പറയുമ്പോൾ, നമ്മളൊരു ഓട്ടോറിക്ഷയിൽ കയറുന്നു എന്നിരിക്കട്ടെ, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവർ അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ ആ ഓട്ടോറിക്ഷയുടെ ചാർജ് നിശ്ചയിക്കുന്നത്. ഓട്ടോറിക്ഷ ഓടിയ ദൂരത്തിനനുസരിച്ചിട്ടാണ് ഓട്ടോറിക്ഷയുടെ ചാർജ് നിശ്ചയിച്ച് അതിനുള്ള കൂലി നൽകുന്നത്. പക്ഷെ ചില മേഖലകളിൽ ഇപ്പോഴും ഈ സ്ത്രീ പുരുഷ ലിംഗവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അസമാനത, തുല്യതയില്ലായ്മ, ആ തുല്യതയില്ലായ്മ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു വശം. അതോടൊപ്പം സ്ത്രീത്വത്തിനെതിരായിട്ടുണ്ടാകുന്ന ആക്രമണങ്ങൾ, അവഹേളനങ്ങൾ, അതിക്രമങ്ങൾ, ആ അതിക്രമങ്ങളെക്കുറിച്ച് നേരിട്ട് ഹേമ കമ്മിറ്റിയുടെ മുൻപാകെ മലയാള ചലച്ചിത്ര രംഗത്തുള്ള നിരവധി ആളുകൾ ചെന്ന് അവരുടെ തെളിവുകൾ സഹിതം അവര് ആ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടും നമ്മുടെ ഭരണാധികാരികൾക്ക് മിണ്ടാട്ടമില്ലാത്ത ഒരു സാഹചര്യം. ആ സാഹചര്യം കൗരവ സദസ്സിൽ പാഞ്ചാലിക്ക് നേരിട്ട, ദ്രൗപദിക്ക് നേരിട്ട അതേ സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അന്ന് ആ സാഹചര്യത്തിൽ നിന്ന് ദ്രൗപദിയെ രക്ഷിക്കാൻ ഭഗവാൻ കൃഷ്ണൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ സഹോദരിമാരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടെത്താൻ ഇന്നത്തെ ഭരണാധികാരികൾ കണ്ണടച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്താൻ, അവർക്ക് വേണ്ടിയിട്ട് സംരക്ഷണം ഒരുക്കാൻ ആ ഉത്തരവാദിത്വം നമ്മുടെ നാട്ടിലെ പ്രബുദ്ധരായിട്ടുള്ള ജനസമൂഹത്തിന്റേതാണ്. അതാണ് ഈ ശ്രീകൃഷ്ണ ജയന്തി ഇന്നത്തെ കാലികമായിട്ടുള്ള പ്രസക്തി, കാലികമായിട്ട് നൽകുന്ന സന്ദേശം എന്ന് പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ധർമ്മ അനുസൃതമായിട്ട് ജീവിക്കാൻ, പ്രതിബന്ധങ്ങളെ മറികടക്കാൻ, ഇതിനെല്ലാം ഊർജം നൽകുന്ന ഒരു ജീവിതം, ആ ജീവിതമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതം നമ്മുടെ മുന്നിൽ നമുക്കെല്ലാവർക്കും മാതൃകയായിട്ടുണ്ടാകുന്നത്. സ്വന്തം ജീവിതത്തിലൂടെ ശ്രീകൃഷ്ണൻ കാണിച്ചു തന്നതും ഒരിക്കലും തളരാത്ത ഈ ജീവിതചര്യയും ധർമ്മരക്ഷയുമാണ്. ഇന്ന് അതുകൊണ്ട് തന്നെ ഈ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടക്കുമ്പോൾ ഈശ്വര പ്രേമത്തിന്റെ കരുത്തും കരുതലും അനുഭവിക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, പ്രേമസ്വരൂപനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ ഹൃദയങ്ങളിൽ അനശ്വരനായിട്ട് വാഴുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതത്തിലെ ഈ സന്ദേശം, ആ സന്ദേശം കൂടി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഈ ശ്രീകൃഷ്ണ ജയന്തി സമ്മേളനം നമുക്ക് പ്രേരണയേകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനായി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകട്ടെ
എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.